നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി ഈ വാർത്താ ദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി 24 പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മെഹ്വാൽ, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, കോഴിക്കോട് നിന്ന് മിഥില ബാലൻ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, ഒപ്പം ശബരിമലയിൽ നിന്ന് MG പ്രതീഷും ചേരും. ആദ്യം നമ്മൾ പോകുന്ന തിരുവനന്തപുരത്തേക്കാണ്. മനീഷ് മെഹ്വാൽ ചേരുന്നുണ്ട്. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ നിർണായക ദിവസമാണ്. എന്തൊക്കെ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന്, തെക്കൻ കേരളത്തിൽ നിന്ന്? മനീഷ്. ഉന്മേഷ്, ഇത് പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണുള്ളത്. അതിൽ ഒന്ന് ശബരിമല കേസും മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ്. രണ്ട് വിഷയത്തിലും കോടതിയുടെ തീരുമാനം അതിനിർണായകമായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ 7 ദിവസമായി ഒളിവിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ കൊടുത്ത ഹർജി അനുസരിച്ച് ഇതൊരു രഹസ്യ സ്വഭാവമായി കേസ് പരിഗണിക്കണമെന്നും അടച്ചിട്ട കോടതി മുറിയിൽ ഈ കേസ് പരിഗണിക്കണമെന്ന ആവശ്യമാണ് നിലവിൽ കോടതിയിൽ ഹർജിയായി നൽകിയിട്ടുള്ളത്. ഇത് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം സംബന്ധിച്ച് പരിഗണിക്കുന്നത്. ജാമ്യം പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ അടച്ചിട്ട മുറി, സാധാരണഗതിയിലൊക്കെ തന്നെ ഇരകളാണ് ഈ രീതിയിൽ കോടതി ഈ രീതിയിൽ സമീപിക്കും. പക്ഷേ ഇത്തവണ ഈ കേസിൽ പ്രതിയാണ് ഈ രീതിയിൽ സമീപിച്ചിട്ടുള്ളത്. പ്രത്യേകത കൂടിയുണ്ട്. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് ജാമ്യം കോടതി പരിഗണിച്ചാലും ഇല്ലെങ്കിലും ഇത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ വാർത്ത തന്നെയാണ്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയൊരു പരാതി കൂടി വന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ജാമ്യ ഹർജി നൽകിയാൽ, അല്ലെങ്കിൽ ജാമ്യം നൽകിയില്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുള്ള അടക്കം നടപടി, അതായത് നിലവിൽ നേരത്തെ നടപടി രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കാൻ അടക്കമുള്ള കാര്യത്തിലേക്ക് പാർട്ടി കടന്നേക്കുന്നുള്ള സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ശബരിമല കേസിൽ N വാസുവിൻ്റെ അടക്കമുള്ള ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. ഒപ്പം തന്നെ ഇന്ന് ദേവസ്വം ബെഞ്ച് കേസ് പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മൂന്നാമത്തെ ഇടക്കാല റിപ്പോർട്ട് കൂടി കോടതിയിൽ സമർപ്പിച്ചേക്കും. ഒപ്പം തന്നെ ഇന്ന് കാലാവധി തീരുമ്പോൾ SIT കൂടുതൽ സമയം കേസിനായി ബന്ധപ്പെട്ട് കൂടി ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെ ഇന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ, ശബരിമലയിലെ SIT കോടതിയിൽ നിന്നും ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും, ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പരിഗണിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് കേരളത്തിലുള്ളത്. ശരി, മനീഷ് മെഹ്വാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. നിലവിൽ സെൻട്രൽ ജയിലിലേക്ക് രാഹുൽ ഈശ്വറിനെ മാറ്റിയിരുന്നു. താൻ നിരാഹാര സമരത്തിലാണെന്ന് രാഹുൽ സൂപ്രണ്ടിന് എഴുതി നൽകുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ രാഹുലിനെ നിരീക്ഷിക്കണമെന്ന് ജയിൽ വകുപ്പ് തീരുമാനിക്കുകയും പൂജപ്പുര ജില്ലാ ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയുമായിരുന്നു. ഇവിടെ ഡോക്ടറുടെ സേവനവും രാഹുൽ ഈശ്വറിന് ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. വിപിൻ, മധ്യ കേരളത്തിൽ നിന്ന് എന്തൊക്കെ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ? വിപിൻ. ഉന്മേഷ്, ഹൈക്കോടതിയിൽ നിന്നാണ് ഇന്ന് മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്നത്. അത് ഒന്ന്, മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അവിടെയുള്ള ഈ ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അതിൽ കേന്ദ്ര സർക്കാർ അതിന് കഴിയില്ല എന്നുള്ളൊരു നിലപാടെടുത്തത് ഹൈക്കോടതിയെ കഴിഞ്ഞ സിറ്റിംഗിൻ്റെ സമയത്തൊക്കെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു. അതിൽ ഇന്ന് ദേശസാൽകൃത ബാങ്കുകൾ അവരുടെ സത്യവാങ്മൂലം നൽകും. എന്തുകൊണ്ട് ഈ വായ്പകൾ എഴുതിത്തള്ളാൻ കഴിയില്ല എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല എന്നുള്ള അതിരൂക്ഷ വിമർശനം തന്നെ ഹൈക്കോടതി നടത്തിയിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ കൂടുതലായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ തന്നെ ഒന്ന് ഒറ്റുനോക്കുന്നത്. മറ്റൊന്നുള്ളത് ഹാൽ സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഹാൽ സിനിമയിലെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റണമെന്ന സെൻസർ ബോർഡിൻ്റെ ആവശ്യം കോടതി കയറിയിരുന്നു. അങ്ങനെ അത് സിംഗിൾ ബെഞ്ച് ഹാൽ സിനിമ കാണുകയും അതിനുശേഷം അനുമതി നൽകുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് മതവികാരം വ്രണപ്പെടുന്നു എന്നുള്ള നിലയിൽ വീണ്ടും അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ നൽകുന്നത്. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും ഈ ഹാൽ സിനിമ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ടാണ് ഹാൽ സിനിമ കാണുക. ഈ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ സിനിമയിലില്ല എന്നുണ്ടെങ്കിൽ കനത്ത പിഴ ഈടാക്കുക എന്നുള്ളതിലേക്ക് ഡിവിഷൻ ബെഞ്ച് പോകും എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ സെൻസർ ബോർഡ് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യാതെ സിനിമ എത്തുമോ, അതല്ല ഏത് രീതിയിലായിരിക്കും അതിൽ കോടതിയുടെ നിരീക്ഷണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
മറ്റൊന്ന് ഈ തൃപ്പൂണിത്തറ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ അവിടുത്തെ വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ട് ബൗൺസർമാരെ വെച്ചത് വലിയ രീതിയിലുള്ള വിവാദത്തിന് കാരണമായിരുന്നു. അപ്പോൾ ബൗൺസർമാരെ എന്തിന് അവിടെ വെച്ചു എന്നുള്ള കാര്യത്തിൽ ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിനോട് വിശദീകരണം ചോദിച്ചിരുന്നു. ഇവർ വിശദീകരണം ഇന്ന് അതുമായി ബന്ധപ്പെട്ട് നൽകും. അത് കൂടുതൽ അവിടെ സേന ആവശ്യമാണെങ്കിൽ പോലീസിനെ വെക്കാമെന്നുള്ളതായിരുന്നു ഇതിനു മുൻപ് ഹർജി പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞത്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് മധ്യ കേരളത്തിൽ വരാനുണ്ട്. ശരി വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടേക്കാണ് മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ മിഥില? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. പ്രധാനമായും കാരശ്ശേരി ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നടപടി തന്നെയാണ് ഇന്ന് കോഴിക്കോട് നിന്ന് മലബാറിൽ നിന്നും പ്രത്യേകിച്ച് വരാനിരിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്നത് KPCC അംഗം NK അബ്ദുറഹിമാനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ഇത്തരമൊരു നടപടിയെടുത്തത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി കോഴിക്കോട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ കാരശ്ശേരി ബാങ്കിലെ ഈ ക്രമക്കേട് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ. മാത്രമല്ല പ്രധാനപ്പെട്ട ആരോപണം, അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നത് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് 800-ലധികം മെമ്പർമാരെ ചേർത്തു. പിന്നീട് ഇത് DCC അധ്യക്ഷൻ നടത്തിയ അന്വേഷണത്തിൽ ഇത് ശരിയാണെന്ന് വ്യക്തമായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടി ശുപാർശ ചെയ്തുള്ള ഒരു റിപ്പോർട്ട് KPCC അധ്യക്ഷന് DCC അധ്യക്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ K പ്രവീൺകുമാർ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ പാർട്ടിക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഈ അബ്ദുറഹിമാൻ പാർട്ടിയെ ചതിച്ചു. മാത്രമല്ല ഇതിനു മുൻപ് 2 തവണ ഇത്തരത്തിൽ നടപടി നേരിട്ട ഒരാളാണ് അബ്ദുറഹിമാൻ. അബ്ദുറഹിമാനെ പോലെ മുതിർന്ന ഒരു ആളുടെ ഭാഗത്തുനിന്നും ഇത്തരം ഒരു നടപടി ഉണ്ടായില്ല. പ്രാദേശിക നേതൃത്വത്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം എന്നത് ഇത്തരത്തിൽ CPM-ന് ബാങ്ക് വിറ്റു എന്നതായിരുന്നു. അത് പിന്നീട് KPCC അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ നടത്തിയ അന്വേഷണത്തിലും ഇത് വ്യക്തമായി. ഇതിനെ തുടർന്ന് അന്വേഷണ റിപ്പോർട്ട് KPCC അധ്യക്ഷന് സമർപ്പിച്ചു. ഇത് പ്രകാരമാണ് ഇന്നലെ രാത്രിയോടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ്, അതായത് ഈ NK അബ്ദുറഹിമാനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിട്ടുള്ളത്. ഇതുതന്നെയാണ് ഇന്ന് മലബാറിൽ നിന്ന്, പ്രത്യേകിച്ച് കോഴിക്കോട് നിന്ന് വരാനിരിക്കുന്ന വാർത്ത. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമല വാർത്തകളിലേക്കാണ്. ശരണം സന്നിധാനം. ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് തുടരുകയാണ്. ഇന്നലെ 80,000-ന് മുകളിൽ ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. ഇന്ന് നട തുറന്നത് മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത്. MG പ്രതീഷ് ഉണ്ട് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് നിന്നും. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ, ഗുഡ് മോർണിംഗ്. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടന തിരക്ക് തുടരുകയാണ്. വലിയ തീർത്ഥാടകരുടെ ഒഴുക്ക് ശബരിമലയിലേക്കുണ്ട്. ഇന്നലെ 80,000-ന് മുകളിൽ തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. 70,000 തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ വഴിയും ബാക്കി തിരക്കനുസരിച്ച് സ്പോട്ട് ബുക്കിംഗുമാണ് നിലവിൽ ശബരിമലയിൽ അനുവദിക്കുന്നത്. ഈ 70,000 തീർത്ഥാടകർ എത്തിയാലും അതിനുശേഷം വരുന്ന തീർത്ഥാടകരുടെ എണ്ണം പരിഗണിച്ചായിരിക്കും കൃത്യമായി തിരക്ക് നിയന്ത്രിക്കുന്നത്. നിലയ്ക്കലാണ് സ്പോട്ട് ബുക്കിങ്ങിനുള്ള ക്രമീകരണം നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പമ്പയിലെയും സന്നിധാനത്തെയും തിരക്ക് പരിഗണിച്ചുകൊണ്ട് കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാനാണ് നിലവിൽ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും തീരുമാനം. ആ തരത്തിലാണ് ഇന്നലെ 80,000-ന് മുകളിൽ തീർത്ഥാടകരുടെ എണ്ണം പോയിട്ടുള്ളത്. പക്ഷേ അത്രത്തോളം തീർത്ഥാടകർ എത്തിയാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ തീർത്ഥാടകർക്ക് അനുഭവപ്പെടുന്നില്ല. നിയന്ത്രണ വിധേയമാണ് നിലവിൽ തിരക്ക്. ഒപ്പം തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം ശബരിമലയിൽ സാധ്യമാകുന്നുണ്ട്. ഈ കൂടുതൽ തീർത്ഥാടകർ വരും ദിവസങ്ങളിലും ശബരിമലയിൽ എത്തും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ നടപ്പന്തൽ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. മരക്കൂട്ടം വരെയുള്ള ഭാഗങ്ങളിൽ തീർത്ഥാടകരെ നിയന്ത്രിച്ചുകൊണ്ടാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. വളരെ സംതൃപ്തിയോടുകൂടിയാണ് തീർത്ഥാടകർ ഇവിടെ നിന്ന് മടങ്ങുന്നത്. മറ്റ് പരാതികളൊന്നും തന്നെ നിലവിൽ തീർത്ഥാടകർക്കില്ല. അങ്ങനെ കുറ്റമറ്റ രീതിയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം മുന്നോട്ട് പോവുകയാണ്. ശരി, MG പ്രതീഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ഡൽഹിയിലേക്കാണ് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. രാജ്യതലസ്ഥാനത്ത് നിന്ന് എന്തൊക്കെ വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കണം ബൽറാം?
വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇന്ന് രാജ്യതലസ്ഥാനത്ത് ഇന്ന് നിരവധി വാർത്തകളുണ്ട്. അതിൽ പ്രധാനം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുകയാണ്. ഇന്ന് 3-ാം ദിവസമാണ്. കഴിഞ്ഞ 2 ദിവസവും SIR വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ട് ചേർന്ന പ്രത്യേക ബിസിനസ് അഡ്വൈസറി സമിതി യോഗത്തിൽ SIR വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ വരുന്ന ചൊവ്വാഴ്ചയായിരിക്കും 10 മണിക്കൂർ ചർച്ചയുണ്ടാകുക. അതിനു മുമ്പായി വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം സംബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച തിങ്കളാഴ്ച ഉണ്ടാകും. അതേസമയം രാജ്യസഭയിലെ ചർച്ച ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരണോ എന്ന കാര്യത്തിലും തീരുമാനം ആയിട്ടില്ല. നിലവിലിപ്പോൾ പ്രതിപക്ഷം ഇന്ന് രാവിലെ 10:30-നും ഈ വിഷയം SIR-ഉം അതോടൊപ്പം തന്നെ ലേബർ കോഡ് അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഇന്ത്യ സഖ്യ യോഗത്തിലായിരിക്കും പ്രതിഷേധം തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. മറ്റ് വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിഷേധം തുടരാൻ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യത. ഇതോടൊപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് എത്തുന്നത്. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. പ്രത്യേകിച്ച് US-ന്റെ തീരുവ യുദ്ധം തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ അടുത്തത്. റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതിക്ക് എതിരെ അധിക ചുങ്കം പിഴച്ചുങ്കം ഉൾപ്പെടെ US ചുമത്തിയ സാഹചര്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്ളാഡിമിർ പുടിൻ പ്രത്യേകം ചർച്ച നടത്തും. ഒപ്പം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പ്രത്യേക വിരുന്നിലും പങ്കെടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഡൽഹിയിൽ നിന്നുള്ള മറ്റൊരു സുപ്രധാനമായ വാർത്ത സുപ്രീം കോടതിയിൽ നിന്നാണ്. സുപ്രീം കോടതി ഇന്ന് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടുള്ള ഉമർ ഖാലിദ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഡൽഹി പോലീസിന്റെ വാദം പൂർത്തിയായിരുന്നു. ഇപ്പോൾ ഈ ഉമർ ഖാലിദ് അടക്കമുള്ളവരുടെ വാദം ഉന്നയിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ പലതും തെറ്റാണ് എന്നും രാജ്യവിരുദ്ധമായ അല്ലെങ്കിൽ കലാപത്തിന് ആഹ്വാനം ചെയ്തുള്ള പരാമർശങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള വാദമാണ് ഉമർ ഖാലിദ് ഉന്നയിക്കുന്നത്. മറിച്ച് അഹിംസയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ള ഒരു ആഹ്വാനമായിരുന്നു തന്റെ പ്രസംഗങ്ങളിൽ നടത്തിയത് തുടങ്ങിയ വാദങ്ങളാണ് ഉന്നയിച്ചത്. ഇന്നും ആ വാദങ്ങളായിരിക്കും തുടരുക. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോട്ടയം നെല്ലാപ്പാറയിൽ വിദ്യാർത്ഥികളുമായി വിനോദയാത്രയ്ക്ക് പോയ ബസ് അപകടത്തിൽപ്പെട്ട് 36 പേർക്ക് പരിക്കുണ്ട്. തിരുവനന്തപുരം തോന്നക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ടോബി ജോൺസൺ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, ആരുടെയെങ്കിലും പരിക്ക് സാരമുള്ളതാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ ടോബി? ഉന്മേഷ 6 പേർക്ക് സാരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തോന്നക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നുള്ള വിവരമുണ്ട്. 3 ബസ്സുകളിലായിട്ടാണ് ഇവർ വിനോദസഞ്ചാരത്തിന് കൊടൈക്കനാലിലേക്ക് പോയത്. ആ യാത്രയ്ക്ക് ശേഷം തിരിച്ചു പോകുന്ന വഴിക്കാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇറക്കമിറങ്ങും നെല്ലാപ്പാറ വളവിൽ വെച്ച് ഇറക്കമിറങ്ങി വരുമ്പോൾ നിയന്ത്രണം നഷ്ടമായി ഈ 3 ബസ്സുകളിൽ ഒരു ബസ് മറിയുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ, ഈ പ്രദേശത്തുണ്ടായ നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും എത്തി രക്ഷാപ്രവർത്തനം നടത്തി. 46 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം. 42 വിദ്യാർത്ഥികളും അതുപോലെ തന്നെ 4 അധ്യാപകരും ഉണ്ടായിരുന്നു. ഇതിൽ 36 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 6 പേർക്കാണ് സാരമായിട്ട് പരിക്കേറ്റിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദ്യാർത്ഥികളെല്ലാം മാറ്റിയിട്ടുണ്ട്. നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി തുടരുകയാണ്. തീരദേശ മേഖലയിലും മലയോര ജില്ലകളിലും ഇടവിട്ട് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് നീലഗിരി, ഈറോഡ്, കോയമ്പത്തൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ്. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ചെങ്കൽപ്പേട്ട് ജില്ലയിലും പുതുച്ചേരിയിലും സ്കൂളുകൾക്ക് മാത്രം അവധിയാണ്. തീരദേശ മേഖലകളിൽ കാറ്റിനും സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് ചെന്നൈയിൽ നിന്നുള്ള 6 വിമാനങ്ങൾ ഇന്നലെ റദ്ദാക്കിയിരുന്നു. മഴയെ തുടർന്ന് തമിഴ്നാട്ടിൽ ഇതുവരെ 4 പേരാണ് മരിച്ചത്. ചെന്നൈ നഗരത്തിലെ ഭൂരിഭാഗം ഇടങ്ങളിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കി. ഡിറ്റ്വ നാശം വിതച്ച ശ്രീലങ്കയിൽ മരണസംഖ്യ 390ആയി. 252 പേരെ കാണാനില്ല. TV-ക്ക് അധ്യക്ഷൻ വിജയുടെ പുതുച്ചേരിയിലെ റോഡ് ഷോയ്ക്ക് പോലീസ് അനുമതി നിഷേധിച്ചു. പുതുച്ചേരിയിലെ റോഡുകൾ ഇടുങ്ങിയതാണെന്നും റോഡ് ഷോയ്ക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്നുമാണ് DIG സർക്കാരിനെ അറിയിച്ചത്. ഉപ്പളം ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ TV-ക്കയുടെ പൊതുയോഗത്തിന് അനുമതി നൽകാമെന്നും വിജയ്ക്ക് അവിടെ പ്രസംഗിക്കാമെന്നും പോലീസ് അറിയിച്ചു. ഇക്കാര്യത്തിൽ TV-ക്ക് പ്രതികരിച്ചിട്ടില്ല. ഈ മാസം 5-ന് റോഡ് ഷോയ്ക്ക് അനുമതി തേടിയാണ് TV-ക്ക് അപേക്ഷ നൽകിയത്. കരൂർ ദുരന്തത്തെക്കുറിച്ച് സുപ്രീം കോടതി നിയോഗിച്ച സമിതി അന്വേഷണം ആരംഭിച്ചു. കരൂരിലെത്തിയ സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജ് ജസ്റ്റിസ് അജയ് രസ്തോഗിയുടെ നേതൃത്വത്തിലുള്ള സമിതി CBI അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തി. ദുരന്തമുണ്ടായ സ്ഥലം സംഘം സന്ദർശിക്കും. റാലിക്ക് അനുമതി നൽകിയതും സുരക്ഷ സംബന്ധിച്ചും സംഘം വിശദമായ അന്വേഷണം നടത്തും. BSF-ൽ ഡെപ്യൂട്ടേഷനിലുള്ള സുമിത് സരൺ, CRPF IG സോണൽ വി മിശ്ര എന്നിവരാണ് സമിതിയിലുള്ളത്.
ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര പിടിക്കാൻ ടീം ഇന്ത്യ ഇന്നിറങ്ങും. ഉച്ചയ്ക്ക് 1:30 മുതൽ റായ്പൂരിലാണ് മത്സരം. റാഞ്ചിയിൽ വിറച്ചു ജയിച്ച ഇന്ത്യ പരമ്പര പിടിക്കാൻ റായ്പൂരിൽ. റാഞ്ചിയിൽ 349 റൺസ് എന്ന റെക്കോർഡ് സ്കോർ അടിച്ചെടുത്തിട്ടും വെറും 17 റൺസിനായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യൻ ജയം. റോക്കോ ഷോ തുടർന്നാൽ റായ്പൂരിലും ഇന്ത്യക്ക് സ്കോർ ബോർഡിനെ കുറിച്ച് ആശങ്ക വേണ്ട. ഒന്നാം ഏകദിനത്തിൽ 52ാം സെഞ്ചുറിയോടെ വിരാട് കോഹ്ലി ടോപ്പ് സ്കോററായപ്പോൾ അർദ്ധ സെഞ്ചുറിയോടെ രോഹിത് ശർമ്മയും മിന്നിച്ചിരുന്നു. പരിശീലകൻ ഗൗതം ഗംഭീറുമായി അത്ര രസത്തിലല്ലെന്ന വാർത്തകൾ ചൂടുപിടിക്കെ രോഹിത്തിനും കോഹ്ലിക്കും ടീമിലെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ ബാറ്റ് കൊണ്ട് മറുപടി കൊടുത്തേ തീരൂ. ജസ്പ്രീത് ബുംറയില്ലാത്ത ഇന്ത്യയുടെ പേസ് നിര മുനയൊടിഞ്ഞതെന്ന് വീണ്ടും തെളിയിക്കുന്നതായിരുന്നു റാഞ്ചിയിലെ മത്സരം. അതേസമയം ജയത്തോടെ പരമ്പരയിൽ ഒപ്പമെത്തുകയാണ് ദക്ഷിണാഫ്രിക്കയുടെ ലക്ഷ്യം. ടോപ്പ് ഓർഡർ ബാറ്റേഴ്സിന്റെ പരാജയമായിരുന്നു റാഞ്ചിയിൽ പ്രോട്ടീസിന് തിരിച്ചടിയായത്. ഇതിന് പരിഹാരമുണ്ടാക്കാനായാൽ ആശങ്ക വേണ്ട. മാർക്കോ യാൻസിന്റെയും കോർബിൻ ബോഷിന്റെയും ഓൾറൗണ്ട് മികവിൽ തന്നെയായിരിക്കും ഇന്നും പ്രോട്ടീസ് പ്രതീക്ഷകൾ. സ്പോർട്സ് ഡെസ്ക് 24. ഇന്ത്യൻ നാവികസേനാ ദിനാഘോഷം ഇന്ന് തിരുവനന്തപുരം ശംഖുമുഖം തീരത്ത് നടക്കും. വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. ഗവർണറും മുഖ്യമന്ത്രിയും പങ്കെടുക്കും. നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും വിമാനങ്ങളും കോപ്റ്ററുകളും ശക്തിപ്രകടനം നടത്തും. ആദ്യമായാണ് നാവികസേനാ ദിനാഘോഷം കേരളത്തിൽ സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ ഗതാഗത നിയന്ത്രണമുണ്ട്. പരിപാടിക്ക് ശേഷം രാഷ്ട്രപതി ലോക് ഭവനിൽ താമസിക്കും. പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ വിവോയുടെ പുതിയ മോഡൽ വിവോ X300 ആദ്യ റീറ്റെയിൽ ലോഞ്ച് മൈജിയിലൂടെ നടന്നു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മൈജി ചെയർമാൻ AK ഷാജിയും വിവോ ഒഫീഷ്യൽസും ചേർന്നാണ് ഫോൺ ലോഞ്ച് ചെയ്തത്. സംവിധായകൻ ജീത്തു ജോസഫ്, നടി അനിക സുരേന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി. വിവോ X300 Pro, വിവോ X300 മോഡലുകളാണ് കമ്പനി ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യ റീറ്റെയിൽ ലോഞ്ച് മൈജി വിവോ ഫ്യൂച്ചർ സിഫിയർ ഇവന്റിൽ നടന്നു. എറണാകുളത്ത് നടന്ന വിപുലമായ ചടങ്ങിൽ മൈജി ചെയർമാൻ AK ഷാജിയും വിവോ ഒഫീഷ്യൽസും ചലച്ചിത്ര താരങ്ങളും ചേർന്ന് പുത്തൻ മോഡൽ അവതരിപ്പിച്ചു. കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ 3% ചെറിയ സംസ്ഥാനത്തിൽ നിന്നും ഇന്ത്യയിലെ ആകമാനം മൊത്തം സെയിൽസ് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ മൈജിയിലാണ് വിൽക്കുന്നുള്ളത്. ഏറെ അഭിമാനവും സന്തോഷവും നന്ദി. ലോഞ്ചിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകളാണ് വിവോയും മൈജിയും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. പഴയ ഫോണുകൾ എക്സ്ചേഞ്ച് ചെയ്ത് മികച്ച ഓഫറിൽ വിവോ X300 വാങ്ങാനുള്ള അവസരമുണ്ടാകും. 200 MP സീസ് പ്രൈമറി ക്യാമറയടക്കം പുതിയ മോഡലിന്റെ സവിശേഷതകൾ ഏറെ. ഇത് ക്യാമറ സ്പെസിഫിക് ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ക്യാമറ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ ഭംഗിയുള്ളതായിരിക്കും. ഇത് ഈ ഒരു ഡിസംബർ 16 വരെ ഈ ഫോൺ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും 2 years വാറണ്ടി ഇതിനകത്ത് നമുക്ക് കിട്ടും. 10 ലക്ഷം രൂപയുടെ ക്രിസ്മസ് ബമ്പറും ഒട്ടനവധി സമ്മാനങ്ങളും മൈജി ഒരുക്കിയതായി സാരഥികൾ കൂട്ടിച്ചേർത്തു. 24 കൊച്ചി. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അവസാനഘട്ട സജ്ജീകരണത്തിലേക്ക് കടന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിംഗ് മെഷീനുകളിലെ സ്ഥാനാർത്ഥി ക്രമീകരണം ഇന്നു മുതൽ ആരംഭിക്കും. സ്ഥാനാർത്ഥികളുടെ പേര്, ക്രമനമ്പർ, ചിഹ്നം എന്നിവയടങ്ങിയ ബാലറ്റ് ലേബലുകൾ ബാലറ്റ് യൂണിറ്റുകളിൽ സജ്ജമാക്കുന്ന നടപടിയാണിത്. ത്രിതല പഞ്ചായത്ത് തലത്തിൽ 3 ബാലറ്റ് യൂണിറ്റുകളും ഒരു കൺട്രോൾ യൂണിറ്റുമാണ് ഉപയോഗിക്കുക. നഗരസഭ, കോർപ്പറേഷൻ തലത്തിൽ ഒരു ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും സജ്ജമാക്കും. സ്ഥാനാർത്ഥി ക്രമീകരണത്തിന് ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും മെഷീനുകളിൽ മോക്ക് പോൾ നടത്തുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംഘടനാ പ്രശ്നങ്ങളെ തുടർന്ന് പാർട്ടി നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ച വയനാട് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. പഞ്ചായത്തിലെ 17ാം വാർഡിലാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവും പരസ്പരം മത്സരിക്കുന്നത്. പഞ്ചായത്ത് അംഗം ഔദ്യോഗിക സ്ഥാനാർത്ഥിയായപ്പോൾ മുൻ പ്രസിഡന്റ് വിമതനായാണ് മത്സരരംഗത്തുള്ളത്. കോൺഗ്രസിന് ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിക്കുന്ന വാർഡാണ് മാടൽ. അതിനാൽ തന്നെ സ്ഥാനാർത്ഥി കുപ്പായം തയ്പ്പിച്ചവർ ഏറെയുണ്ട്. 30 പേരാണ് ആദ്യഘട്ടത്തിൽ മത്സര സന്നദ്ധത അറിയിച്ചത്. അത് പിന്നീട് 18ആയി. ഏറ്റവും ഒടുവിൽ എണ്ണം കുറച്ചുകൊണ്ടുവന്ന 2 പേരിലേക്കായി ചർച്ചകൾ. ഒരാൾ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് കണ്ടന്തുരുത്തി, മറ്റൊരാൾ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ തോമസ് പഴുക്കാല. ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടലിനൊടുവിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായത്
തോമസ് പഴുക്കാലയാണ്. ഇതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ജോസ് കണ്ടന്തുരുത്തി തയ്യാറായി. വാർഡ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് മേലെ നിന്ന് മറ്റു വാർഡിലെ ആളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് പാർട്ടി. ഈ നടപടി ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളും ആരും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്നോട് സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും ഇവിടുത്തെ പ്രവർത്തകരുമൊക്കെ ആവശ്യപ്പെട്ടത്. പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് പിന്നിലാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്നായിരുന്നു തോമസ് പഴുക്കാലയുടെ പ്രതികരണം. ഇവിടെ സ്ഥാനാർത്ഥി ആരെന്നോ ഏത് വാർഡിൽ നിന്ന് വന്നെന്നോ ഒന്നുമുള്ള ചർച്ചയില്ല. ആയിരിക്കുന്നയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചർച്ച മാത്രമേ ഉള്ളൂ. മറ്റുള്ള റിബൽ സ്ഥാനാർത്ഥിത്വത്തിനൊന്നും ജനങ്ങളുടെ ഇടയിൽ യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല. ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും ഈ 17-ാം വാർഡിൽ ഒറ്റക്കെട്ടാണ്. കോൺഗ്രസ് പ്രവർത്തകർ രണ്ട് ചേരിയായാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. LDF സ്ഥാനാർത്ഥിയായി ഡെനി തോമസും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി സിനോജ് കാനാട്ടും BJP സ്ഥാനാർത്ഥിയായി MP ശ്രീലാലുമാണ് ഇവിടെ മത്സരരംഗത്തുള്ളത്. 24 വയനാട്. വയനാട് കൽപ്പറ്റ നഗരസഭയിൽ ഇത്തവണ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് 12 സീറ്റുകളിലാണ്. ഇതിൽ 2 സിറ്റിംഗ് കൗൺസിലർമാരും യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റും ഉൾപ്പെടെ കോണിക്ക് പകരം കുടാ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ലക്ഷ്യമിട്ടാണ് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നതെന്നാണ് LDFന്റെ ആരോപണം. എന്നാൽ കൊടുവള്ളി നഗരസഭയിലടക്കം LDF സ്വതന്ത്ര ചിഹ്നത്തെയാണ് ആശ്രയിക്കുന്നതെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർവ്വസാധാരണമാണ് ഇത് എന്നുമാണ് മുസ്ലിം ലീഗിന്റെ മറുപടി. 12 സീറ്റുകളിൽ 6 എണ്ണത്തിലാണ് മുസ്ലിം ലീഗ് കൽപ്പറ്റയിൽ കോണി കൈവിട്ടത്. പകരം കുടയാണ് ചിഹ്നം. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് MP നവാസ് ഉൾപ്പെടെ കുട ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. 9ാം ഡിവിഷനായ ഗൂഡലായിൽ നിന്നാണ് നവാസ് ജനവിധി തേടുന്നത്. സിറ്റിംഗ് കൗൺസിലർമാരായ ഷരീഫ ടീച്ചർ ഡിവിഷൻ 10 നിന്നും സാജിദ മജീദ് ഡിവിഷൻ 26 നിന്നും ജനവിധി തേടുകയാണ്. ഇവരും മത്സരിക്കുന്നത് കുട ചിഹ്നത്തിൽ. ജമാഅത്തെ ഇസ്ലാമി വോട്ട് ലക്ഷ്യമിട്ടുള്ള ഡീലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നടത്തുന്നതെന്ന് LDF ആരോപണം. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രഹസ്യധാരണയുടെ ഭാഗമായിട്ട് ജമാഅത്തെ ഇസ്ലാമി പലപ്പോഴും ഉപയോഗിച്ചിരുന്ന ചിഹ്നങ്ങളാണ് ഈ കൊടയൊക്കെ. ആ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൂടി സ്വീകാര്യമായ രൂപത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കൽപ്പന മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗ് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണെന്നാണ് ഈ കാര്യം മനസ്സിലാക്കുന്നത്. ഈ വാർഡുകളൊക്കെ ജമാഅത്തിന് കാൻഡിഡേറ്റ് നേരത്തെ വന്നിരുന്നു. അവരൊക്കെ നോമിനേഷൻ പിൻവലിച്ചിട്ടുമുണ്ട്. കൊടുവള്ളി നഗരസഭയിലേതുൾപ്പെടെയുള്ള ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇതിന് മറുപടി നൽകുന്നത്. ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് എന്ന LDF വാദത്തെ നേതാക്കൾ തള്ളുകയും ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമി കൂടുതലായിട്ടുള്ള പ്രദേശത്ത് പോലും കോണി ചിഹ്നത്തിലാണ് എന്താക്കുന്നത് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ ജമാഅത്തെ ഇസ്ലാമി LDFന് പിന്തുണ പ്രഖ്യാപിച്ച ആളുകളാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിനെ പേടിച്ചുകൊണ്ട് ചിഹ്നം മാറ്റുന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ UDFനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ നിലവിലില്ല. കൊടുവള്ളിയിൽ ഇപ്പോൾ CPMന്റെ മുഴുവൻ ആളുകളും കുപ്പിയും ക്ലാസ്സിലൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനം വെച്ച് നോക്കുമ്പോൾ പല ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു തന്ത്രപരമായ കൊണ്ട് നീക്കങ്ങൾ പല ഭാഗത്ത് നടക്കാറുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുമ്പോഴും വീറുറ്റ മത്സരമാണ് കൽപ്പറ്റ നഗരസഭയിൽ നടക്കുന്നത്. ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് UDFും അട്ടിമറി ലക്ഷ്യം വെച്ച് LDFും പ്രചാരണ രംഗത്ത് സജീവം. സാന്നിധ്യമറിയിക്കാൻ BJPയും കളത്തിലുണ്ട്. 24 വയനാട്. ചക്കുളത്തുകാവ് പൊങ്കാല നാളെ. ലക്ഷക്കണക്കിന് ഭക്തർ എത്തുന്ന പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സർവമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവ് പൊങ്കാലയിൽ ലക്ഷക്കണക്കിന് ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. ചടങ്ങുകൾ നാളെ പുലർച്ചെ 4-ന് ആരംഭിക്കും. നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ട്രസ്റ്റ് പ്രസിഡന്റും ക്ഷേത്രം മുഖ്യ കാര്യദർശിയായ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പകരുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പണ്ടാര അടുപ്പിലെ അഗ്നി പകരുന്ന ചടങ്ങോടുകൂടി ഇതിൻ്റെ ആരംഭം കുറിക്കുന്നതും തുടർന്ന് ഈ പൊങ്കാല മറ്റ് കലങ്ങളുടെ അടുപ്പിലേക്കും അഗ്നി പകരുന്നതാണ്. അങ്ങനെ ഈ അഗ്നി പടലം കൊണ്ട് തന്നെ ഒരു വലിയ യാഗാഗ്നിയായി മാറുകയാണ്. നാനാജാതി മതസ്ഥര് എല്ലാ വിഭാഗീയ ചിന്തകളും മറന്നുകൊണ്ട് ഇവിടെ എത്തുകയും അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുകയും ചെയ്യുകയാണ്. അമ്മയുടെ അനുഗ്രഹങ്ങൾ, കലവറയില്ലാത്ത അനുഗ്രഹങ്ങൾ, ആകാശത്ത് നിന്നും താഴേക്ക് പതിക്കുന്ന മഴത്തുള്ളികൾ പോലെ എല്ലാ സജ്ജനങ്ങളുടെ മനസ്സിലും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് 5-നാണ് സാംസ്കാരിക സമ്മേളനം. പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ്, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി O പനീർശെൽവം, മന്ത്രി സജി ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഭക്തരെ സഹായിക്കാൻ 1500-ലധികം ക്ഷേത്ര വോളണ്ടിയേഴ്സും പോലീസും ഉണ്ടാകും. പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചാണ് പൊങ്കാല.
തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. 24 ആലപ്പുഴ. യുക്രൈൻ വിഷയത്തിൽ നടന്ന റഷ്യ അമേരിക്ക ചർച്ച പരാജയം. സമാധാന പദ്ധതി ചർച്ചയിൽ ഭൂമി കൈമാറ്റ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഉപദേഷ്ടാവ് യൂറി ഉഷാക്കോവ് വ്യക്തമാക്കി. ചില അമേരിക്കൻ നിർദ്ദേശങ്ങൾ സ്വീകാര്യമായി തോന്നുന്നുണ്ടെങ്കിലും കൂടുതൽ ചർച്ചകൾ അക്കാര്യത്തിൽ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച തീരുമാനിച്ചിട്ടില്ലെന്നും ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകുന്ന പക്ഷം മാത്രമേ കൂടിക്കാഴ്ച ഉണ്ടാവുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുടിനും അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജെറാൾഡ് കുഷ്ണറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച 5 മണിക്കൂർ നീണ്ടു. പാലക്കാട് അട്ടപ്പാടിയിൽ വനപ്രദേശത്ത് കടുവാ സെൻസസിനിടെ കാണാതായ വനപാലകർ തിരിച്ചെത്തി. ഇന്നലെ വൈകിട്ടാണ് 5 അംഗ സംഘം വനത്തിലകപ്പെട്ടത്. ആയിഷത്തുൽ ഷംന പാലക്കാട് നിന്ന്. ഷംന, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്നലെ രാവിലെയാണ് അട്ടപ്പാടിയിലെ കണ്ണിക്കര വനപ്രദേശത്ത് 5 അംഗ സംഘം കടുവ സെൻസസിന് വേണ്ടി പോയത്. പക്ഷെ വഴി അറിയാതെ ഈ സംഘം വൈകിട്ടോടുകൂടി വനത്തിനകത്ത് അകപ്പെടുകയായിരുന്നു, കുടുങ്ങിപ്പോവുകയായിരുന്നു. ഇതോടുകൂടിയാണ് ആകെ ആശങ്കയായത്. കാരണം 2 വനിതകൾ ഉൾപ്പെടെ 5 അംഗ സംഘം പിന്നെ കുറെ സമയം അവരെ ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് RRT ഇവരുടെ ഫോൺ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തുന്നത്. അങ്ങനെ ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞില്ല. വനത്തിനകത്ത് അതിശക്തമായ മഴയായിരുന്നു. അതിനാൽ തന്നെ ഇന്നലെ രാത്രിയോ വൈകിട്ടോ ഒന്നും ഇവരെ കണ്ടെത്തിയെങ്കിൽ കൂടി തിരിച്ചെത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇന്ന് രാവിലെ 6 മണിയോടുകൂടി 5 അംഗ സംഘത്തെ RRT സംഘം തിരിച്ചെത്തിക്കുന്നത്. ഉന്മേഷ്. ശരി, ആയിഷത്തുൽ ഷംനയാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്.